എല്ലാവർക്കും AD 52 പരിശുദ്ധ മർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ ആർത്താറ്റ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സ്വാഗതം. ആർത്താറ്റ് കത്തീഡ്രൽ ദേവാലയം 1806 ആർത്താറ്റ് പടിയോലയുടെ ഒരു ധീര ചരിത്രം പറയുന്ന പുണ്യഭൂമിയാണ്. പൂനംകുരിശ് സത്യം പോർച്ചുഗീസുകാർക്കും റോമൻ മേധാവിത്വത്തിനും എതിരെയുള്ള വലിയ പ്രഖ്യാപനമായിരുന്നെങ്കിൽ ആർത്താറ്റ് പടിയോല എല്ലാ വിദേശികൾക്കുമുള്ള വിദേശാധിപത്യങ്ങൾക്കുമെതിരെയുമുള്ള ഒരു വലിയ ദൃഢപ്രതിജ്ഞയാണ്. 1806 ചെമ്പ് തകിടിൽ വട്ടെഴുത്തിൽ എഴുതിയുണ്ടാക്കിയ ആർത്താറ്റ് പടിയോല അതിന്റെ വിശുദ്ധമായ ഭാഗം ആർത്താറ്റ് പള്ളിയുടെ വരാന്തയിലുള്ള ചുമരിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതിൽ ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്: കൊല്ലം 981 മകരഞ്ഞായത്തിൽ പുത്തൻകൂറ് സുറിയാനിക്കാരായ ആർത്താറ്റ് ഇടവകക്കാരെല്ലാവരും കൂടി നമ്മുടെ ദിവന്നാസ്യോസ് ബാവ തിരുമുൻപാകെ എഴുതിവെച്ച പടിയോലയാവിത്. നമ്മുടെ ജനങ്ങളിൽ ചിലർ പരദേശക്കാരുടെ ഇടത്തൂട്ട് ഉപദേശം കേൾക്കയാൽ റോമ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞുപോയി വഴക്കു പിടിച്ച് പള്ളിയും പറമ്പും പകുത്ത് നറുക്കിട്ട് എടുപ്പാൻ ഇടവന്ന അബദ്ധം കണ്ട് വളരെ വ്യാകുലത്തിന് ഇടവന്നതിനാൽ മേലാൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി റോമായിൽ നിന്നോ ബാബേലിൽ നിന്നോ അന്ത്യോക്യയിൽ നിന്നോ മറ്റു വല്ല പരദേശത്തു നിന്നോ വരുന്ന യാതൊരു മെത്രാന്മാരുടെയും ഉപദേശവും നടപ്പുകളും ഒരു നാളും കേട്ടുവഴങ്ങി നടക്കാതെ നമ്മുടെ മർത്തോമാ ശ്ലീഹായുടെ പൂർവിക വിശ്വാസവും ചട്ടങ്ങളും അനുസരിച്ച് നടന്നുകൊള്ളുമാറും സമ്മതിച്ച് തമ്പുരാനെ പെറ്റ അമ്മയുടെ ആർത്താറ്റ് പള്ളി നടയിൽ വെച്ച് എഴുതിയ വികാരി എന്ന് പറഞ്ഞ് പ്രമുഖരായ കുടുംബത്തിലെ കാർന്നവന്മാരെല്ലാവരും കൂടി ഒപ്പുവെച്ച് എഴുതിയുണ്ടാക്കിയ പടിയോലയാണ് ആർത്താറ്റ് പടിയോല. 1947 സ്വാതന്ത്ര്യ ബോധമൊക്കെ നമ്മിൽ ജനിക്കുന്നതിന് മുൻപേ 1806 ആർത്താറ്റ് മണ്ണിൽ പൂർവികർ വിദേശ ആധിപത്യത്തിനെതിരെയും വിദേശ വിശ്വാസത്തിനെതിരെയും ഒക്കെ ശക്തമായി ഒന്നടങ്കം ഈ പുണ്യഭൂമിയിൽ നിന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു. അതാണ് ആർത്താറ്റ് പടിയോല. പുണ്യഭൂമിയിലാണ് പരിശുദ്ധ മർത്തോമാ ശ്ലീഹായുടെ വിശ്വാസവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന ആർത്താറ്റ് മണ്ണിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു.